മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ചിന്താവിഷയം എംപതിയും കമ്പാഷനേറ്റും. ഈ രണ്ട് പദങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. ആ സമയത്ത് മനുഷ്യ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയാണ് ഇത് രണ്ടും. വിഷ്വൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ദിവസവും. റണ്ണിങ് കമൻട്രി പോലെ ഓരോ ചാനലുകാരും ഇതിനെക്കുറിച്ച് സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന മനുഷ്യ മനസ്സിനെ ഏതറ്റം വരെ കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിയാനും കഴിയുന്നുണ്ട്. പലരും ഭയന്ന് വരാറുമുണ്ട്. പക്ഷേ അവിടുത്തെ ചെളിക്കുണ്ടുകൾക്കിടയിൽ, പാറക്കല്ലുകൾക്കിടയിൽ, കുത്തിക്കേറുന്ന കമ്പികൾക്കിടയിൽ സ്വന്തം ജീവനെ തൃണവൽഗണിച്ച് കടന്നു ചെല്ലുന്ന നല്ലവരായ ഒരു കൂട്ടം ആളുകൾ ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥവ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? സഹതാപം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും. ഇതിനിടയ്ക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അത് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഈ തന്മയീഭാവം, എംപതി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ നമ്മുടെ ജന്മം തന്നെ സഫലമാകുന്നതാണ്. കാരണം എനിക്ക് നിങ്ങളുടെ വേദന അറിയാൻ കഴിയുന്നു, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവിടെ സഹതാപം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ സ്ഥാനത്ത് എന്നെ കണ്ടിട്ട് നിങ്ങളുടെ നഷ്ടങ്ങൾ എൻ്റേത് കൂടി ആയി മാറുമ്പോഴാണ് നമുക്ക് എംപതി വരുന്നത്. അവിടെയാണ് എംപതി ജനിക്കുന്നത് എന്ന് പറയാം. ഈ പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഒരു തന്മയീഭാവം വന്നു ചേരുകയും ചെയ്യും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കുക, പക്ഷേ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പലരും സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്തും നമ്മൾ അവരെ കളിയാക്കുക, പരിഹസിക്കുകയല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മളിൽ എംപതി അല്ലെങ്കിൽ തന്മയീഭാവം വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത്തരം അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മുടെ ഹൃദയം കൊണ്ടറിയണം കാര്യങ്ങൾ എന്ന് പറയും. ഇവിടെ നമുക്ക് അവരുടെ അടുക്കൽ ഒരു സാന്ത്വനമാണ് ആവശ്യം എന്ന് പറയാം. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് സഹായിക്കുവാൻ നമ്മൾ തൽപരരാണെന്ന് അവർക്ക് ബോധ്യം വരണം. അത് ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനെ ആയാലും ശരി, മറ്റൊരാളുടെ വിവരങ്ങൾ നമ്മളോട് പറയണമെങ്കിൽ നമ്മളിൽ വിശ്വാസവും നമ്മളതിന് യോഗ്യരാണെന്നും അവരെ കളിയാക്കുകയല്ല എന്നുള്ള ഒരു ഭാവത്തിൽ വേണം നമ്മൾ സംസാരിക്കാനാണ്. അവർക്കൊരു തലത്തിലാണ്, വൈകാരികമായ ഒരു തലത്തിലാണ് അവർ നിൽക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. മനസ്സും ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സഹാനുഭൂതി ഉണ്ടാവും, ആർദ്രതയുണ്ടാവും, തന്മയീഭാവം ഉണ്ടാവും. കമ്പാഷനേറ്റ് എംപതി ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ വേദന, കാഴ്ചപ്പാട് ഇവയൊക്കെ നമ്മുടേതുമായി സമന്വയിക്കുമ്പോൾ അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതവരെ നമ്മൾ ധരിപ്പിക്കുകയും വേണം, എനിക്ക് കാര്യം മനസ്സിലായി എന്നുള്ളത്. അതുകൊണ്ടെന്താ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം. അവരെ ആദ്യം അവർ പ്രകോപനം ഉണ്ടാക്കുകയില്ല, അവരെ പിന്താങ്ങണം, അവർ പറയുന്നതെല്ലാം കേൾക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരായി നമ്മൾ മാറരുത്. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് അവരെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. ഈ എംപതി എന്നുള്ള ഒരു മാനസികാവസ്ഥ വാസ്തവത്തിൽ ഒരു കലയാണ്. ഈ രണ്ട് പദങ്ങളും ചെറുപ്പം മുതൽ കുട്ടികളെ ശീലിപ്പിച്ചേ മതിയാകും. അത് അവരിൽ വളർത്തിയെടുക്കണം.
ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ പോലും ഇത് ആവശ്യമാണ്. കാരണം എപ്പോഴും ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്ന സമയത്ത് അവർ മറ്റൊരാളുടെ അതിർത്തി കടന്ന് സംസാരിക്കും. ഈ അതിർത്തിക്കകത്ത് നിന്ന് സംസാരിക്കാതെ മറ്റുള്ളവരുടെ അതിർത്തിയിലേക്ക് കടക്കുമ്പോഴാണ് അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇതാണ് കുടുംബ ബന്ധങ്ങളിൽ സാധാരണ സംഭവിക്കാറ് പതിവ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഒരു ദുഃഖം വന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ദുഃഖത്തിനകത്ത് കയറി അഭിപ്രായം പറയുകയല്ല, അത് ശ്രദ്ധാപൂർവം കേട്ടിട്ട് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവരെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കണം. കുറ്റം പറയാനൊക്കെ എളുപ്പമാണ്, ആരെയും കുത്തി നോവിക്കാനും എളുപ്പമാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മളോട് സംസാരിക്കുന്നവരുടെ ശാരീരികമായ അവസ്ഥ, മാനസികമായ അവസ്ഥ, അവരുടെ പ്രായം, അവരുടെ ആശ്രയത്വം, അവർക്കിനി എന്തുണ്ട്, ഇവയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. ഉദാഹരണത്തിന്, വെള്ളം കയറിയ ഒരു വീട്ടിൽ ആളുകളോട് സംസാരിക്കുന്ന വിധത്തിൽ അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ചു ചെല്ലാൻ ആ വീടുണ്ട്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായവർക്ക് നമ്മൾ കണ്ടില്ലേ, തിരിച്ചു ചെല്ലാൻ ഒന്നുമില്ല. ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവർക്ക് നശിച്ചു പോയി. അപ്പോൾ ഈ ആ ഭൂമി തന്നെ വാസയോഗ്യമാണോ ഇനി എന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ രണ്ട് പ്രവൃത്തികളിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നിടത്തും നമുക്ക് രണ്ട് തരത്തിലുള്ള സംഭാഷണം ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. എമ്പതിയും കമ്പാഷനേറ്റും കൂടി ചേർന്ന ഒരു ബഹുമുഖ വ്യക്തിത്വമാണ് ഇങ്ങനെ സംസാരിക്കുമ്പം ആവശ്യമുള്ളത്. അവർക്ക് ആരെയും വിശ്വാസമില്ല, അവർ ജീവിതത്തിനെ വിശ്വാസമില്ല. അവിടെ നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, അവരെ പറഞ്ഞു പഠിപ്പിക്കാനുമല്ല. നെഗറ്റീവൊക്കെ അവർ പറഞ്ഞെന്നിരിക്കും, പക്ഷേ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അവരെ കാര്യങ്ങൾ നേരിടാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വേണം നമ്മൾ ശ്രമിക്കാൻ. ചിലരൊരു സാധാരണ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ തൽക്കാലം നമ്മൾ ഒഴിവാക്കുകയാണ് ആവശ്യം. നിങ്ങളുടെ പ്രശ്നം പോലെ തന്നെയാണ് എല്ലാവർക്കും, അതല്ല നമ്മളവിടെ എടുക്കേണ്ടത്. അവിടെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്കും ആദ്യം ഒരു മാനസിക സ്വസ്ഥത ആവശ്യമുണ്ട്, മാനസികമായ ഒരു പഠനങ്ങൾ ആവശ്യമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വന്തം ജീവനെ തൃണവൽഗണിച്ച് അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അവർക്ക് നമുക്ക് നല്ലത് വരാൻ മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കൂ. അവരോട് എമ്പതിയും കമ്പാഷനേറ്റുമായി സംസാരിക്കണം. നമുക്ക് അവരുമായി സഹകരിച്ച് പോകാനായിട്ട് അവർക്ക് ഭാവി എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സേവനം ചെയ്യാൻ മുന്നോട്ട് വരുന്നവരെ സ്നേഹപൂർവ്വം പ്രോത്സാഹിപ്പിക്കാനുള്ള മനസാന്നിധ്യം നമുക്കുണ്ടാകണം. ഇത് അപകടത്തിൽപ്പെട്ട് ദുഃഖത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കണം. ഇതാണ് എമ്പതിയും കമ്പാഷനേറ്റും എന്ന് പറയുന്നത്. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.